മറ്റു വാർത്തകളിലേക്ക്. നദികൾ മലിനമാക്കിയതിന് സംസ്ഥാന സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ. കേരളത്തിലെ മലിനമായ നദികളെ പുനരുജ്ജീവിപ്പിക്കാൻ ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ സമിതിയെ ട്രിബ്യൂണൽ ചുമതലപ്പെടുത്തി. നദികൾ മലിനമാക്കുന്നവരും സർക്കാർ ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ അവകാശം ലംഘിക്കാൻ ഒത്തുകളിക്കുന്നുവെന്നും ഹരിത ട്രിബ്യൂണലിന്റെ പരാമർശമുണ്ട്. വിവരങ്ങളുമായി M. ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, ഏതെങ്കിലും പ്രത്യേകമായ കേസ് എടുത്തു പറഞ്ഞാണോ ഹരിത ട്രിബ്യൂണൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്? ഈ നദികളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സമിതി ചെയ്യുക? സനീഷ്, കേരളത്തിലെ നദികളെ മലിനീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ സുപ്രധാനമായ ഇടപെടലാണ് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 കേസുകളിലായാണ് ഹരിത ട്രിബ്യൂണൽ ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. ഒന്ന് കരമനയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന് പെരിയാറിലെ മലിനീകരണം, പെരിയാറിലേക്ക് ആശുപത്രി മാലിന്യങ്ങൾ അടക്കം തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ 2 കേസുകളിലും ഹരിത ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന്റെയും ഒപ്പം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും വീഴ്ചകൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ആദ്യം കരമനയാറിന്റെ വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ നദികളിലെയും മലിനമായ അവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ചെയ്തിരിക്കുന്നത്. ഈ നദികളുടെ മലിനീകരണ പ്രശ്നം മാറ്റുന്നതിന് സമഗ്രമായ ഒരു നടപടിയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഒരു മേഖല കേന്ദ്രീകരിച്ച് മാത്രമാണ് സർക്കാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സംസ്ഥാന സർക്കാരാകട്ടെ ഈ മലിനീകരണത്തിന് ഉത്തരവാദികളായ ആൾക്കാരിൽ നിന്നും പിഴ ഈടാക്കാൻ ശ്രമിക്കുന്നുമില്ല. അവരിൽ നിന്നും പിഴ ഈടാക്കാനും നഷ്ടപരിഹാരം ഈടാക്കാനുമുള്ള വ്യവസ്ഥ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഈടാക്കാത്തത്? സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുകയാണോ എന്നാണ് കോടതി ചോദിക്കുന്നത്. മലിനീകരണം ഉണ്ടാക്കുന്ന എല്ലാ വ്യവസായങ്ങളും അടച്ചുപൂട്ടാനാണ് ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഏപ്രിൽ 25-ാം തീയതി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകുകയും വേണം. മാത്രമല്ല, ഈ മലിനീകരണ വിഷയത്തിൽ നടപടി എടുക്കാത്ത സാഹചര്യത്തിലാണ് നദികളുടെ പുനരുജ്ജീവനത്തിനായി ജസ്റ്റിസ് AV രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ സമിതിക്ക് ഹരിത ട്രിബ്യൂണൽ രൂപം നൽകിയിരിക്കുന്നത്. ഈ സമിതി നദികളുടെ മലിനീകരണം, അത് തടയാനുള്ള നടപടികൾ എന്നിവയൊക്കെ ട്രിബ്യൂണലിൽ നിർദ്ദേശിക്കുകയാണ് വേണ്ടത്. ഒപ്പം പെരിയാറിലെ മലിനീകരണ കേസിൽ, ആശുപത്രി മാലിന്യങ്ങൾ തള്ളുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന മലിനീകരണ ബോർഡ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ് ഹരിത ട്രിബ്യൂണൽ നിരീക്ഷിക്കുന്നത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഈ വീഴ്ചകളുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും അവർ അടിയന്തരമായി പെരിയാറിലെ മലിനീകരണ പ്രശ്നങ്ങളിൽ റിപ്പോർട്ട് നൽകാനായി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ, ഈ നഷ്ടപരിഹാരം ഈടാക്കണമെന്നൊക്കെ പറയുമ്പോൾ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എത്രത്തോളം തുക എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടാണോ ഹരിത ട്രിബ്യൂണലിന്റെ വിധി വന്നിരിക്കുന്നത്? ഒപ്പം ഈ സ്ഥാപനങ്ങൾ, മലിനീകരണത്തിന് കാരണമാകുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുക എന്നതൊക്കെ ഉണ്ടാക്കാവുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഉള്ള ആലോചനകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ടോ? ഈ സമിതിയുടെ ചുമതലയിലേക്കാണോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കൽ വരിക? അതായത് ഈ മലിനീകരണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അടച്ചുപൂട്ടാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ സമിതിക്ക് നൽകാനായി കഴിയും. അതായത് ഈ മലിനീകരണം ഉണ്ടാകുന്നുവെന്ന് വളരെ കാലമായി തെളിഞ്ഞിട്ടും അവരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരുന്നില്ല. ജീവിക്കാൻ ഓരോ പൗരന്മാർക്കും നൽകുന്ന അവകാശത്തിന്റെ ലംഘനമാണെന്നാണ് ഹരിത ട്രിബ്യൂണൽ പറയുന്നത്. അങ്ങനെ അവകാശം ലംഘിക്കുകയും സംസ്ഥാന സർക്കാർ ഒത്തുകളിച്ചുവോ എന്ന് സംശയിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കാമെന്ന വ്യവസ്ഥ ഹരിത ട്രിബ്യൂണൽ ഉപയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനെ ആൾക്കാരുടെ ജീവനും ഒപ്പം ഈ പരിസ്ഥിതിക്കുമുണ്ടായ നാശങ്ങൾ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത്. ആ നഷ്ടപരിഹാരം എത്രയെന്നും അതിനുള്ള തുടർ നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് ഹരിത ട്രിബ്യൂണൽ വീണ്ടും ഒരു ഉത്തരവ് കൂടി ഇറക്കും. ആ ഉത്തരവ് ഇറക്കുന്ന വേളയിലാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് നേരിട്ട് ഹാജരാകാനായി നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഗ്യാരണ്ടി നൽകാമെന്ന ഒരു വ്യവസ്ഥ കൂടി ഹരിത ട്രിബ്യൂണൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സർക്കാരിന് മേൽ ഇത്രയും കാലമായി കാട്ടിയിരുന്ന അലംഭാവത്തിന് സർക്കാരിൽ നിന്ന് തന്നെ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥകൾ, ഒപ്പം വേണമെങ്കിൽ സർക്കാരിനെ ഈ മലിനീകരണം ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവരുടെ ഭാഗത്തു നിന്നൊക്കെ നഷ്ടപരിഹാരം ഈടാക്കാനുള്ള ഒരു സാധ്യത കൂടി ട്രിബ്യൂണൽ മുന്നോട്ട് വയ്ക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും മലിനീകരണ നിയന്ത്രണ ബോർഡും അങ്ങോട്ട് നൽകിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? ഇതിപ്പോൾ ഈ സമിതി ഇങ്ങോട്ട് വരുന്നത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൂടെ വീഴ്ചകളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്കായിരിക്കുമോ? തീർച്ചയായും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട്, സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടുണ്ട് എന്നാണ് ട്രിബ്യൂണൽ പറയുന്നത്. കരമനയാർ വിഷയത്തിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് തന്നെ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മലിനീകരണം തടയുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നടക്കം അലംഭാവമുണ്ടായി. സംസ്ഥാന സർക്കാർ 513 കോടി രൂപ
വിവിധ നദികളിലെ മലിനീകരണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി 513 കോടി രൂപയുടെ പദ്ധതി ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ ഈ 513 കോടി രൂപ എവിടെ നിന്ന് വരുമെന്ന് ബജറ്റിൽ യാതൊരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ വെറും കടലാസ് പദ്ധതികൾ കൊണ്ട് മാത്രം ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റിയെന്ന് പറയാൻ സർക്കാരിന് കഴിയുകയില്ല. അത്തരത്തിൽ കണ്ണിൽ പൊടിയിടുന്ന നടപടികളിലൂടെ സർക്കാരിന് പരിസ്ഥിതി മലിനീകരണം തടയാൻ കഴിയില്ല എന്നാണ് വളരെ രൂക്ഷമായ ശക്തമായ ഭാഷയിലുള്ള ഈ വിധിന്യായത്തിലൂടെ ദേശീയ ഹരിത ട്രിബ്യൂണൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച, ഒപ്പം സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ച, ഈ രണ്ട് വീഴ്ചകളും വ്യക്തമാക്കുന്നുണ്ട്. അത് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സംവിധാനങ്ങൾക്കുപരിയായി 2 കമ്മിറ്റികൾ വരുന്നത്. ഒരു പെരിയാറിന്റെ കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡും ജില്ലാ കലക്ടറും അധ്യക്ഷനായ സമിതിയാണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വീഴ്ചകളടക്കം കണ്ടെത്തേണ്ടത്. ഒപ്പം മറ്റ് നദികളിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ള, അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിയാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് വിശദമായ പരിശോധന നടത്തുകയും ഏത് തരത്തിൽ നദികളിലെ മലിനീകരണം തടയാമെന്ന് വ്യക്തമാക്കുകയും വേണ്ടത്. അതായത് ഈ വിധികൾ രണ്ടും നോക്കുകയാണെങ്കിൽ കേരളത്തിലെ നദികളിലെ മലിനീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന ചുവടുവയ്പായി ഇത് മാറും ഈ നിർദ്ദേശങ്ങൾ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സനീഷ്, വളരെ പ്രധാനപ്പെട്ട ഉത്തരവാണ് ഹരിത ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്. സംസ്ഥാനത്തെ നദികൾ പ്രധാനമായിട്ടും കരമനയാറും പെരിയാറുമാണ് അവരുടെ പരിശോധനയ്ക്കകത്തേക്ക് വന്നത്. അവിടങ്ങളിൽ മലിനീകരണം നടത്തുന്ന ആളുകളും ഈ സംസ്ഥാന സർക്കാരും മറ്റ് സംവിധാനങ്ങളും തമ്മിൽ ഒരു ശരിയല്ലാത്ത ഐക്യമുണ്ട്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ നദികൾ വല്ലാത്ത തോതിൽ മലിനമാവുകയും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ഹരിത ട്രിബ്യൂണൽ മനസ്സിലാക്കുകയും അത് സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നു. മലിനമായ നദികളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള സമിതി ഏർപ്പെടുത്തുകയാണ് ഹരിത ട്രിബ്യൂണൽ ചെയ്തിരിക്കുന്നത്. രണ്ടിടത്തും പെരിയാറിലാണെങ്കിൽ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ്, സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, കലക്ടർ എന്നിവർ ചേർന്ന സമിതി ഇക്കാര്യത്തിൽ വേണ്ട പഠനം നടത്തി നഷ്ടപരിഹാരം ഈടാക്കണം, ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് മലിനീകരണം തുടരാതിരിക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിടുന്നു. ഒപ്പം കരമനയാറിൻ്റെ കാര്യത്തിൽ, ഒപ്പം മറ്റു നദികളുടെ കാര്യത്തിൽ ജസ്റ്റിസ് A.V. രാമകൃഷ്ണപിള്ള അധ്യക്ഷനായ ഒരു സമിതിയെ ട്രിബ്യൂണൽ നിയമിക്കുകയാണ്. ഈ ട്രിബ്യൂണലിനായിരിക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് വരുത്തിയ വീഴ്ചകളെ സംബന്ധിച്ചടക്കമുള്ള റിപ്പോർട്ടുകൾ നൽകുകയും അതിനുമേൽ നടപടികൾ സ്വീകരിക്കാനുമുള്ള അധികാരമുണ്ടായിരിക്കുക. നഷ്ടപരിഹാരം ഈടാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി ഏത് നിലക്കായിരിക്കും സംസ്ഥാന സർക്കാരും മറ്റു ബന്ധപ്പെട്ട ഏജൻസികളും നടപ്പാക്കുക എന്നത് ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും അങ്ങേയറ്റം പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നദികളെ സംബന്ധിച്ച് അവയെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ഇടപെടലാണ് ഹരിത ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്.